നിങ്ങൾക്കറിയോ, നിങ്ങളിൽ പലർക്കും BP വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഒരു പ്രത്യേക വൈറ്റമിൻ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ്. നിർഭാഗ്യവശാൽ പല ഡോക്ടർമാരും ഈ വൈറ്റമിൻ കുറവുണ്ടോ എന്നുള്ളത് പോലും ടെസ്റ്റ് ചെയ്യാറില്ല. അത് കാരണം പല വ്യക്തികളുടെയും BP മരുന്ന് കഴിച്ചാൽ പോലും കൺട്രോൾ കിട്ടാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. എന്റെ തന്നെ അനുഭവത്തിൽ ചില രോഗികൾ ഈ വൈറ്റമിൻ കഴിച്ചു തുടങ്ങിയ പിന്നെ അവരുടെ BP നോർമൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട്, അവരുടെ BP പലപ്പോഴും കൂടിയും കുറഞ്ഞുവരിക്കും. ആ ഒരു കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥ ഈ വൈറ്റമിൻ കഴിക്കുന്നതോടുകൂടി മാറുകയാണ്. ഏതാണ് ഈ വൈറ്റമിൻ? ഇതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമ്മുടെ അറിവ് പ്രകാരം എല്ലിനും പല്ലിനും കാൽഷ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. എന്നാൽ സത്യത്തിൽ അങ്ങനെയാണോ? അല്ല. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ശരീരത്തിലെ ഒരുപാട് ജീനുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ വൈറ്റമിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ ഈ വൈറ്റമിന് സാധിക്കുന്നു. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ റെനിൻ എന്ന് പറയുന്ന മറ്റൊരു കെമിക്കൽ ശരീരത്തിൽ കുത്തനെ കൂടുന്നത് വഴി രക്തധമനികൾ ചുങ്ങിപ്പോവുകയാണ്. അത് കാരണമാണ് BP കൂടുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ AC-യുടെ ടെമ്പറേച്ചർ നമ്മൾ ഒരു പ്രത്യേക അളവിൽ സെറ്റ് ചെയ്ത് വെക്കാറില്ല. നോർമൽ ആളുകളിൽ BP ഇതുപോലെ ഒരു പ്രത്യേക അളവിൽ ശരീരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ വൈറ്റമിൻ ഡി കുറവുള്ള വ്യക്തികളുടെ BP കൂടിയ അളവിലാണ് സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് പ്രശ്നം. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും അവരുടെ BP ഹൈ ആയിരിക്കും. പഠനങ്ങൾ കാണിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ അളവ് 15 നാനോഗ്രാം/ml കുറവാണെങ്കിൽ 52% ആളുകൾക്കും BP കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഉപയോഗിക്കുമ്പോൾ BPയുടെ അളവ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഡി കുറവുണ്ടോന്ന് എങ്ങനെയാണ് അറിയുക? അതറിയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡിൽ 30 താഴെയാണ് വൈറ്റമിൻ ഡി കുറവെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ 20 താഴേക്ക് പോവുകയാണെങ്കിൽ വളരെ പ്രശ്നമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഉപയോഗിച്ചേ മതിയാവുള്ളൂ. ഏകദേശം ഒരു 2 മാസത്തോളം വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ആവും. പക്ഷേ ഇതിന്റെ മുഴുവൻ മെച്ചം കിട്ടണമെങ്കിൽ നമുക്കൊരു 4 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വൈറ്റമിൻ ഡി കഴിച്ചതുകൊണ്ട് മാത്രം BPയുടെ മരുന്ന് മുഴുവനായിട്ട് നിർത്താൻ പാടില്ല. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായ ഒരു കാർഡിയോ വാസ്കുലർ മെച്ചം കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് സാധാരണ വ്യക്തികളെക്കാളും കുറച്ചുകൂടെ കൂട്ടി വെക്കുക. ഏകദേശം ഒരു 40-60 നാനോഗ്രാം/ml എന്നുള്ള അളവിലേക്ക് വൈറ്റമിൻ ഡി കൊണ്ടെത്തിക്കണം. ഇനി ആർക്കൊക്കെയാണ് വൈറ്റമിൻ ഡി സാധാരണഗതിയിൽ കുറയാൻ സാധ്യതയുള്ളത്? കൂടുതൽ സമയം ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവര്, സൺസ്ക്രീൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവര്, പ്രായം കൂടിയ വ്യക്തികൾ, ചില പ്രത്യേക കാലാവസ്ഥയിൽ താമസിക്കുന്നവര്, ഇവരെല്ലാം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഡോക്ടർമാർ പോലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ മറന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെ മാത്രം വൈറ്റമിൻ ഡി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ചില വ്യക്തികൾക്കെങ്കിലും BP കൂടുതലായിട്ട് കാണുന്നത് BPയുടെ അസുഖം കൊണ്ടല്ല, വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകൾക്കുള്ളത് മാത്രമല്ല, രക്തധമനികൾക്കും ഹൃദയത്തിനും കൂടി ഉള്ളതാണ്.